ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ നിങ്ങളുടെ കമൻസിനുള്ള ആൻസേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലൈക്ക് ജസ്റ്റ് എ Q&A സെഷൻ. അപ്പോൾ ടൈം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ, അതായത് മെയിൻലി ഫോർ നഴ്സസ്, ഞാൻ നഴ്സസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റ്സ് അത് നോക്കിയപ്പോൾ എനിക്കും തോന്നി കുറച്ച് ഇൻഫോർമേറ്റീവ് ആണ്, മറ്റുള്ളവർക്കും കൂടി അത് പ്രയോജനകരമാക്കാം എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചത്. ലൈക്ക് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ആ കമൻറ്റ് ഇട്ട് കഴിയുമ്പം ഞാൻ അതിന് റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് അധികം കാണുള്ളൂ. പക്ഷേ മറ്റുള്ളവർക്കും ആർക്കെങ്കിലൊക്കെ ഇത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൂടെ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പേരില്ല. ചേച്ചി ജീവനം കഴിഞ്ഞു, എത്ര ഇയർ എക്സ്പീരിയൻസ് വേണം വരാൻ മെയിൽ നഴ്സിനെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മെയിൽ നഴ്സിനാണെങ്കിലും ഫീമെയിൽ നഴ്സിനാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 2 ഇയറേ ആയിട്ടുള്ളൂ. ഇവിടെ UAE ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, റൂള് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് DHA എക്സാം എഴുതാം എന്നുള്ളത്. പക്ഷേ ഞാനൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ DHA എക്സാം നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അങ്ങനൊരു റൂള് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു പാനിക് ടൈം ഉണ്ടല്ലോ, നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ. അപ്പോൾ ഒത്തിരി നഴ്സസിൻ്റെ റിക്വയർമെൻറ്റ്സ് വന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരിക്കണം മേ ബി അവർ അങ്ങനൊരു റൂൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ആണ്. നമുക്കിത് ചേഞ്ച് വന്നതായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഫോർ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുന്നത്, എപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള രീതിയിൽ എന്നിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. അറ്റ്ലീസ്റ്റ് 1 ഇയർ എങ്കിലും. പിന്നെ എനിവേ ഇറ്റ്സ് ബെറ്റർ 2 ഇയേഴ്സ് ആണെങ്കിൽ അത്രയും നല്ല കാര്യം. അപ്പോൾ അത് ഫീമെയിലിനോ മെയിലിനോ ഒന്നും ഡിഫറൻസ് ഇല്ല. അപ്പോൾ അത് എക്സ്പീരിയൻസോട് കൂടി എക്സാം എഴുതുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എക്സാം എഴുതാതെ അല്ലെങ്കിൽ ലൈക്ക് പെട്ടെന്ന് തന്നെ വരണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ. പക്ഷെ എന്നാലും ബെറ്റർ കുറച്ച് എക്സ്പീരിയൻസ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാം ഇല്ലാതെ ഒരു റൂൾ ഉള്ളത് കൊണ്ട് അങ്ങനെയും വരാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന നിങ്ങളുടെ ഏജൻസിയോട് ചോദിക്കുക. ഇപ്പോൾ എക്സാം നിങ്ങളിപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത് ചോദിച്ചിരിക്കുന്നത് മെറിനാണ്. DHA എക്സാം ദുബായിൽ എവിടെയാണ് എഴുതിയത് ഒന്ന് പറയാമോ? അതുപോലെ നമുക്ക് തന്നെ എക്സാം ഡേറ്റ് എടുക്കുന്നത് പോസിബിൾ ആണോ? എക്സാം ഫീ എത്രയാകും ഒന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി വീഡിയോയിൽ, ഞാൻ DHA കോഴ്സ് പഠിച്ചത് ഞാൻ നാട്ടിലായിരുന്നു. പിന്നെ എൻ്റെ തന്നെയുള്ള ഹോംവർക്കും ആയിരുന്നു. ഞാൻ പിന്നെ ഇവിടെ ഹസ്ബൻഡ് ഇവിടെ ആയതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് എക്സാം എഴുതാണ്ട് ഇങ്ങോട്ട് വിസയിൽ കയറി വന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആക്ച്വലി എഴുതിയത് നോളജ് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും കണ്ടക്ട് ചെയ്യുന്ന സ്ഥലം അതായിരിക്കണം. കാരണം അതൊരു പേര് പോലെ തന്നെ നോളജ് വില്ലേജ് ആണ്. അവിടെ ഈ എക്സാം മാത്രമല്ല പല എക്സാംസ് ഒക്കെ ഉള്ള. പിന്നെ മേ ബി അതർ സെൻറ്റേഴ്സും ഉണ്ടായിരിക്കും. ഓഫ്കോഴ്സ് ഇപ്പോൾ പറഞ്ഞാൽ OET ഒക്കെ ആണെങ്കിൽ ഇവിടെ പല സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പല സെൻറ്റേഴ്സ് ഉണ്ടാവും. ഞാൻ എഴുതിയത് നോളജ് വില്ലേജ് ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒറ്റയ്ക്ക് നമുക്ക് തന്നെത്താനെ ഡേറ്റ് ബുക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അത് പോസിബിൾ ആയിരിക്കാം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല. കാരണം അതും ഞാൻ ഈ OET ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് പറയുകയാണ്. കാരണം OET എക്സാം ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെത്താനെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലോ, നമുക്ക് ആപ്ലിക്കേഷനിൽ കയറിയിട്ട്. ഇതുപോലെ തന്നെ ഇതും പറ്റുമായിരിക്കാം. പക്ഷേ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് പറഞ്ഞ പോലെ ഒരു ടിബിൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെ കോൺടാക്ട് ചെയ്ത്, പുള്ളി ഒരു ഏജൻറ്റ് പോലെ പുള്ളിയായിരുന്നു നമുക്ക് ഹെൽപ്പ് എല്ലാം ചെയ്തത്. പുള്ളി തന്നെ എക്സാം ബുക്ക് ചെയ്ത് തന്നു. നമ്മൾ പേയ്മെൻറ്റ് പുള്ളിക്ക് തന്നെ പേ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ പോലും നമുക്ക് ഇൻ കേസ് ഇപ്പം ഒരു ജോബ് നമ്മളിപ്പോൾ റിസൈൻ ചെയ്തിട്ട് നമുക്ക്
എനിക്ക് തോന്നുന്നു 3 months എങ്ങാണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ലൈസൻസ് അവർ, അതായത് നമ്മൾ റിസൈൻ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രീവിയസ് കമ്പനിയിൽ നിന്ന് അവർ നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വിത്തിൻ 3 months എങ്ങാണ്ടേ നമുക്കൊരു നോട്ടീസ് പീരീഡ് പോലെ തന്നെ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ വീണ്ടും വേണമെങ്കിൽ എലിജിബിലിറ്റി ലെറ്റർ നമ്മൾ പുതുക്കിയിടണം. അപ്പോൾ അതിനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് ആ ടിവിൽ നിന്ന് പറഞ്ഞ ചേട്ടൻ വഴിയായിരുന്നു. അപ്പോൾ അതെൻ്റെ അടുത്ത് ആരൊക്കെയോ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഐ ആം സോ സോറി ഫോർ ദാറ്റ്. ഞാൻ ആളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ആ നമ്പർ ഇപ്പോൾ വർക്കിംഗ് അല്ല. പക്ഷേ ആള് ഫേസ്ബുക്കിലുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ആൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. റിപ്ലൈ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ നമ്പർ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ ആൾ ചോദിച്ചു ഫീ എത്രയാകുമെന്ന്. എൻ്റെ ഒരു ഓർമ്മ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2018 എക്സാം എഴുതിയത്. അപ്പോൾ ഒരു ഓർമ്മ അനുസരിച്ച് 1200 dirhams ഒക്കെ ആയിരുന്നു അന്നത്തെ ഒരു സമയത്തായത്. പിന്നെ DHA എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ 3 തവണ മാത്രമേ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പേ ചെയ്യുന്നതിൻ്റെ ഡബിൾ പേയ്മെൻ്റ് ആണ് സെക്കൻഡ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. അടുത്ത ആൾ ചോദിച്ചിരിക്കുന്നത് DHA പാസ്സായാൽ അവിടെ വന്ന് UAE MOH ചേഞ്ച് ആക്കാൻ പറ്റുമോ, അതുപോലെ നഴ്സസിന് വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ എന്ന്. ഓക്കെ ഫൈൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ MOHലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്ന കാര്യമാണ്. ഉറപ്പായിട്ടും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഇപ്പം ഞാൻ DHA എക്സാം പാസ്സായി ഒരാഴ്ച കഴിയുമ്പോൾ വേണ്ട എനിക്ക് MOH മതിയായിരുന്നു എന്ന് ഓർത്ത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഞാൻ DHA ആണ് അല്ലെങ്കിൽ MOH ഏത് എക്സാം ആണോ നമ്മൾ പാസ്സായി, ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ DHA ആണ് പാസ്സായിരിക്കുന്നത്. അപ്പോൾ ഞാൻ DHA എക്സാം പാസ്സായിട്ട് അറ്റ്ലീസ്റ്റ് 6 months ഞാൻ DHAയുടെ അണ്ടറിൽ വർക്ക് ചെയ്തിരിക്കണം. അതായത് ദുബായിലുള്ള DHAയുടെ അണ്ടറിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ whatever it is, അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കണം അറ്റ്ലീസ്റ്റ് 6 months. ദെൻ ഓൺലി നമുക്ക് MOHലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലൈസൻസിൻ്റെ അണ്ടറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ വേക്കൻസീസിൻ്റെ കാര്യം, അതും നിങ്ങളെപ്പോലെ തന്നെ ഒരു നേഴ്സാണ് ഞാനും. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേഴ്സുമാർക്ക് മാത്രമല്ല, അതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ലൈക്ക് ഇൻഡീഡ്, ലിങ്ക്ഡിൻ ഒക്കെ പോലെയുള്ള. അതിനകത്തൊക്കെ നമ്മൾ ചെയ്യുക. അതിനകത്തൊക്കെ ഞാനൊക്കെ നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗൂഗിളിൽ എല്ലാ ഹോസ്പിറ്റൽസിൻ്റെയും മെയിൽ ഐഡീസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൽ അയക്കുക, അവിടുന്ന് റെസ്പോൺസ് വരും എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അല്ലാണ്ട് നമുക്കങ്ങനെ വേക്കൻസീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് കാണുന്ന ഈ വേക്കൻസീസ് ഒക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഒരു ദേവു ചോദിച്ചിരിക്കുന്നു, 2 year എക്സ്പീരിയൻസ് ഉണ്ട്, 2 year എക്സ്പീരിയൻസ് ആൻഡ് 2 year ഗ്യാപ്പ് ഉണ്ട്. DHA അപ്ലൈ ട്രൈ ചെയ്താൽ ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേവിക, ആക്ച്വലി ഫോർ നഴ്സസിന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാ ജോബിലും അതൊരു ഫാക്ടർ ആയിരിക്കണം. ലൈക്ക് നമ്മുടെ ഒരു ഗ്യാപ്പ് എപ്പോഴും നല്ലതല്ല, അത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്. ബട്ട് സ്റ്റിൽ എന്താ നമ്മുടെ സിറ്റുവേഷൻ കാരണമോ ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ആ ഗ്യാപ്പ് എടുത്തു, ഇറ്റ്സ് ഓക്കെ ഫൈൻ. നമുക്ക് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട്. നമുക്ക് ജോലി കിട്ടാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരും മാറ്റി നിർത്തത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. വാർഡ് ഓർ ICU ആണോ നല്ലതെന്ന്, അത് ആക്ച്വലി നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ ലൈക്ക് ഓഫ് കോഴ്സ് സാലറിയിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. അതായത് ICU ആണ് എപ്പോഴും സാലറിയിൽ കൂടുതൽ. പിന്നെ എന്ന് വെച്ചിട്ട് ഭയങ്കരമായി കൂടുതൽ ഉണ്ടാവണം എന്നല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇവിടെയൊക്കെയുള്ള എല്ലാ ഹോസ്പിറ്റൽസിലും വാർഡും ICU 12 hours ഡ്യൂട്ടിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ICU എക്സ്പീരിയൻസുമായിട്ട് വന്നയാളാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. ICU എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിയത്. പക്ഷേ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു OPDയിലേക്ക് കയറ്റുള്ളൂ എന്ന്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര വിഷമം പിടിച്ചിട്ട് സംഭവമായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ അതങ്ങ് യൂസ്ഡായി. പിന്നെ അതിൻ്റെ ഒരു സുഖം, കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഇല്ല, 8 hours ഷിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 8 hours കഴിയുമ്പോൾ വീട്ടിൽ വരാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ സാലറിയിലും വലിയ വ്യത്യാസമൊന്നും ഇല്ല. സോ ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ സാലറി ബേസിസ് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും കേട്ടോ. DHA എക്സാമിന് വർക്ക് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടോ എന്നാണ് ലിജോ മാത്യു ചോദിച്ചത്.
ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തിരുന്നു. ഇറ്റ്സ് ബെറ്റർ ഓൾവേസ് 2 years എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അതൊരു പ്രീവിയസ് റൂൾ മാത്രമാണ്. ഇപ്പോൾ അത് അങ്ങനെ ഒരു റൂളില്ല. ലൈക്ക് 2 years, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 or 2 years മുമ്പാണ് ആ റൂൾ ഒന്ന് ചേഞ്ച് ആയിരിക്കുന്നത്. അതായത് ഇത് വേണ്ട എന്നുള്ള, എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏജൻസിയോട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു കറക്റ്റ് ഇതറിയാൻ പറ്റും. എൻ്റെ ഒരു അറിവനുസരിച്ച് ഇതുവരെ ആ റൂളിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് 2 year എക്സ്പീരിയൻസ് ഇല്ലാതെയും DHAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത ഒരാൾ ചോദിച്ചിരിക്കുന്നത് GNM കഴിഞ്ഞാൽ DHA എക്സാം എഴുതാൻ പറ്റുമോയെന്ന്. അതും ഞാൻ ഓൾറെഡി, എനിക്ക് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ എന്നെനിക്കറിയില്ല. ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. DHA എക്സാം പാസ്സാക്കാൻ GNM നഴ്സിനും BSc നഴ്സിനും DHA എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളിവിടെ അസിസ്റ്റൻറ്റ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ BScക്കാരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് രജിസ്റ്റേർഡ് നഴ്സ് എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ ആയിരിക്കും കിട്ടുക. നമ്മൾ DHA പാസ്സായി കഴിയുമ്പോൾ GNM നഴ്സിന് അസിസ്റ്റൻറ്റ് നഴ്സ് എന്നുള്ള ഡെസിഗ്നേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ലൈക്ക് പിന്നെ സാലറിയിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അതപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് GNMക്കാർക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും എന്നാണ് അതിൻ്റെ ആൻസർ. അടുത്തത് +2 കഴിഞ്ഞ 3 years ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പിന് ശേഷമാണ് നഴ്സിംഗ് എടുത്തത്. അപ്പോൾ ജോബ് കിട്ടുമോ ദുബായിൽ എന്നാണ് സിയ ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സിയ, കൺഗ്രാറ്റ്സ്. മറ്റൊന്നും കൊണ്ടല്ല, +2 കഴിഞ്ഞ് എന്ത് കാരണത്താലും ആയിക്കോട്ടെ നിങ്ങൾ ആ പഠിത്തം ഡ്രോപ്പ് ചെയ്തു. പക്ഷേ നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തിയില്ല. ആഫ്റ്റർ 3 years ആണെങ്കിലും നിങ്ങൾ ഒരു കോഴ്സ് പഠിച്ചെടുത്തു. സോ അതിനാണ് ആ കൺഗ്രാറ്റ്സ്. ഉറപ്പായിട്ടും നല്ലൊരു കാര്യം, നല്ലൊരു തീരുമാനം നിങ്ങളുടെ ഫാമിലിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിനും ഉള്ള ഒരു അപ്രിസിയേഷനായിട്ട് പറയുകയാണ്. പിന്നെ ഇതിന് ഞാൻ ഓൾറെഡി കമൻറ്റിൽ തന്നെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പം ജോബ് കിട്ടുമോ ദുബായിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊന്നും ഒരു ഫാക്ടറല്ല. ഓഫ് കോഴ്സ് നിങ്ങളോട് ചിലപ്പോൾ ഇൻ്റർവ്യൂ ടൈമിൽ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് ആ ഒരു 3 year ഗ്യാപ്പ് വന്നത് എന്നൊക്കെ. പക്ഷെ അല്ലാണ്ട് അതൊരു ജോലി കിട്ടാതിരിക്കാനുള്ള ഒരു ഫാക്ടർ അല്ല കേട്ടോ. സോ യു ക്യാൻ ട്രൈ ഫോർ DHA ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ദുബായിലേക്ക് വന്ന് വർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിധി ലോകേഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ഇപ്പോൾ വോക്കിൻ ഇൻ്റർവ്യൂ ഫോർ നഴ്സസ് OT ഇല്ലേ? ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഫുള്ളൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല ക്വസ്റ്റ്യനിൽ. പക്ഷേ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OT നഴ്സസിന് വേണ്ടിയിട്ട് വോക്കിൻ ഇൻ്റർവ്യൂസ് ഉണ്ടോ, ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? മേ ബി വോക്കിൻ ഇൻ്റർവ്യൂസ് ഉള്ള ഹോസ്പിറ്റൽസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കാൻ ചോദിച്ചത് അല്ലേ? അപ്പോൾ വോക്കിൻ ഇൻ്റർവ്യൂസ് നമുക്ക് വരാറുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ വഴിയാണ് നമ്മളും അറിയാറുള്ളത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ OTയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ നമുക്ക് വോക്കിൻ ഇൻ്റർവ്യൂസ് ആകുമ്പോഴുള്ളൊരു പ്രശ്നം, ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ 6 years കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരു വോക്കിൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട്സൊക്കെ പറഞ്ഞുള്ള അറിവ് വെച്ചിട്ട് വോക്കിൻ ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക 300-400 ഒക്കെ പീപ്പിൾ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരാളെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളോടും എനിക്ക് പറയാനുള്ള ഒരു പ്രീവിയസ് കമൻറ്റിൽ പറഞ്ഞ സെയിം റിപ്ലൈ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലിങ്ക്ഡിൻ, ഇൻഡീഡൊക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻസിലൊന്നും അപ്ലൈ ചെയ്തിടുക. അതുപോലെ വേക്കൻസീസ് ഒന്നും നോക്കണ്ട. നിങ്ങൾ ഓൾറെഡി DHA ഒക്കെ പാസ്സായിട്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള മെയിൽ IDസിലെല്ലാം മെയിൽ അയച്ചിടുക. എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കിപ്പം ഞാൻ 4ാമത്തെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 ഹോസ്പിറ്റലിലും ഞാൻ വേക്കൻസീസ് കണ്ടയച്ച ഒരാളല്ല. അതായത് എൻ്റെ കയ്യിലുള്ള മെയിൽ IDസിലെല്ലാം ഞാൻ എന്ന് പറയുന്നത് പോലെ മെയിൽ അയച്ചു. അപ്പോൾ അങ്ങനെ ഒരു കോൾ വന്നതാണ്. അപ്പം നമ്മൾ ഇൻഡീഡ്, ലിങ്ക്ഡിനൊക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻസിനകത്താണെങ്കിൽ നമുക്ക് ഓൾറെഡി അവിടെ വേക്കൻസീസ് അവർ പോസ്റ്റ് ചെയ്യും. അപ്പം അതിനകത്തൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാതെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നമ്മൾ മെയിൽ IDs ഒക്കെ എടുത്തിട്ട് മെയിൽ അയച്ചോളുക. സോ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല ടൈം ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ അവർ വിളിക്കും കേട്ടോ. അടുത്തത് ലിഷ ജോസഫ് ചോദിച്ചിരിക്കുകയാണ്, ദുബായ് ആണോ ഷാർജ ആണോ ജോബ് കിട്ടാൻ ഈസി എന്ന്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതായത് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ വേക്കൻസിയും, ഹോസ്പിറ്റൽസിൻ്റെ വേക്കൻസി ഓഫ് കോഴ്സ്. പിന്നെ എന്താ പറയുക, ഈസി അത് തന്നെ, ഇത് തന്നെ പറയാനുള്ളത്. അതായത്
അവരുടെ വേക്കൻസീസ് അനുസരിച്ച് നമുക്ക് ജോബ് കിട്ടും എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറയാനാണെങ്കിൽ ഷാർജനേക്കാളും ഒത്തിരി സാലറി വ്യത്യാസമുണ്ട് ദുബായിൽ. എൻ്റെ കാര്യം പേഴ്സണലി പറയുകയാണെങ്കിൽ തന്നെ ഞാനിവിടെ ഞാനിപ്പോൾ 2018 ഇവിടെ UAE വന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ഷാർജയിലാണ്, പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. അപ്പോൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഷാർജയിൽ നിന്നിട്ട് ദുബായിൽ വർക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാനുള്ള കാരണം കൂടി പറഞ്ഞേക്കാം. അതായത് നമുക്കിവിടെ ഷാർജയിൽ എന്ന് പറയുമ്പോൾ ലൈഫ് എക്സ്പെൻസ് ഒക്കെ വളരെ ചീപ്പാണ്. പിന്നെ ഈ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിൻ്റെ വർക്കും ഷാർജയിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ പ്രിഫർ ചെയ്തത് ഇവിടെയാണ്. പക്ഷേ എനിക്കപ്പോൾ ട്രാവൽ കുറേ ഉണ്ട്. പക്ഷെ അതിപ്പോൾ ഞാനങ്ങ് യൂസ്ഡായി അതായിട്ട് പറഞ്ഞു. എന്നാലും നമുക്ക് കുറച്ച് ടയറിങ് ആണ്, നമ്മൾ പാടാണൊക്കെ. പക്ഷെ എന്നാലും ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 3000 ഒക്കെ സാലറി വ്യത്യാസം വരുന്നുണ്ട് ഇവിടുന്ന് അവിടുന്നുമായിട്ട്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ട്രാവലിങ്ങിനൊരു 550-600 താഴെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കതാണ് ലാഭം. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 6 years ആയിട്ട് ഞാൻ ഷാർജ താമസിച്ചിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പിന്നെ ജോബ് കിട്ടാൻ ഈസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിപ്പെൻസ്. നമുക്ക് അങ്ങനെ ഒരു ഈസി എന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് നമുക്ക് എവിടെയാണോ വേക്കൻസി, എവിടുന്നാണോ കൂടുതൽ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻറ്റൻഷൻ പോലെ ഇരിക്കും. നമ്മൾ കണ്ടിന്യൂസ് മെയിൽ അയച്ചുകൊണ്ടിരിക്കുക, അപ്പം നമ്മൾക്കൊരു കോൾ വരും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഗ്യാപ്പ് ഇഷ്യൂ ആണോ? വിൽസൺ ആൻ്റണി ചോയ്സാണ്. ഗ്യാപ്പ് ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്, നഴ്സിംഗിന് സ്പെഷ്യലി ഗ്യാപ്പ് ഇല്ലാത്തതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് കാരണമായിരിക്കാമല്ലോ നമ്മൾ ആ ഗ്യാപ്പ് എടുത്താൽ. മനഃപൂർവ്വം നമ്മൾ പോയി വീട്ടിൽ ചുമ്മാ കുറേ നാളത്തെ ഇത് നിൽക്കാം എന്നോർത്ത് ഗ്യാപ്പ് എടുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പ് ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ഫാക്ടറിൽ തന്നെ പറയേണ്ടി വരും. കാരണം റീസെൻ്റ്ലി വർക്ക് ചെയ്തിട്ടില്ല എന്താണെന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇൻ്റർവ്യൂവിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള പേരിൽ നമുക്ക് ജോലി കിട്ടാതിരിക്കില്ല. അതായത് എൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്തിട്ടുള്ള ചേച്ചിമാരുടെയൊക്കെ കാര്യത്തിലാണെങ്കിലും അതായത് കുഞ്ഞുണ്ടായി 3-4 അല്ലെങ്കിൽ 2-3 വർഷമൊക്കെ ഗ്യാപ്പ് എടുത്തവരുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ജോലിയിൽ വർക്ക് ചെയ്യുന്നവരുമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പ് ഒരു ഫാക്ടറാണ്, അത് ഉറപ്പായിട്ടും പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ജോലി കിട്ടാതെ ഇരിക്കത്തില്ല കേട്ടോ. ധന്യ ചന്ദ്രൻ ചോദിച്ചിരിക്കുകയാണ്, ഹായ്, ദുബായിൽ ANM നേഴ്സുമാർക്ക് ചാൻസ് ഉണ്ടോ എന്നുള്ളത്, ഉണ്ടാകുമോ എന്നുള്ളത്. ഓക്കെ, ദുബായിൽ ANM നേഴ്സുമാർക്കും ചാൻസസ് ഉണ്ട്. ANM എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് ലൈക്ക് നമ്മുടെ നാട്ടിലെ അസിസ്റ്റൻറ്റ് നഴ്സ് ആയിരിക്കും അല്ലേ, ലൈക്ക് എന്താ പറയുക 2 year ഡിപ്ലോമ കോഴ്സ് അതാണോ? ഓക്കെ ഫൈൻ. അപ്പോൾ ആരുടെ ആയാലും GNMകാരുടെ ആണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു അവർക്ക് അസിസ്റ്റൻറ്റ് നഴ്സിംഗ്, ഞാൻ വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്, അതായത് ANM എന്ന പേരിലാണ് അവരിവിടെ അറിയപ്പെടുന്നത് GNMകാർ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ANM എന്ന് നിങ്ങൾ ഉദ്ദേശിച്ച നാട്ടിലത്തെ അസിസ്റ്റൻറ്റ് നഴ്സിൻ്റെ ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കും പറ്റും. അതിന് നമ്മളിവിടെ പറഞ്ഞത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്നാണ്. അതിനും നിങ്ങൾ ഈ പറഞ്ഞ പോലെ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. എക്സാം എഴുതാതെ തന്നെ ഇവിടെ നിൽക്കുന്നതിനുള്ള ഒരു ഡെസിഗ്നേഷനാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ജോലി കിട്ടും. ഒൺലി തിങ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് DHA എക്സാം എഴുതി നിൽക്കുന്ന ഒരു BSc നഴ്സിനെക്കാട്ടിലും എന്താണെങ്കിലും സാലറി റേഞ്ച് പിന്നെ കുറവായിരിക്കും. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സാലറി റേഞ്ച് എന്ന് പറഞ്ഞത്. അത് ഞാൻ ഇവിടുത്തെ ഏറ്റവും അങ്ങനെ ഞാൻ പറയല്ല, എന്നാൽ പോലും ഇവിടുത്തെ ഏറ്റവും മിനിമം സാലറി റേഞ്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളിപ്പോൾ വരുന്ന പാട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഹോസ്പിറ്റലിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് സാലറി, അതായത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫസ്റ്റ് തന്നെ വന്ന് കയറി 6000 സാലറി വാങ്ങിച്ചിട്ടുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് എൻ്റെ കൂടെയുണ്ട്. അപ്പം അങ്ങനെയും നിങ്ങൾക്ക് കിട്ടാം. ലൈക്ക് നിങ്ങളുടെ സെലക്ഷൻ ഓഫ് ഹോസ്പിറ്റലായിട്ടും അതുപോലെ ഇരിക്കും. ചില ഹോസ്പിറ്റലിൽ ഇപ്പോഴും സ്റ്റിൽ എനിക്കിപ്പം ഇത്ര എക്സ്പീരിയൻസ് ആയി, ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാലറി തരുള്ളൂ എന്നുള്ള ചില ഹോസ്പിറ്റൽസ് ഉണ്ട്. അതല്ല നമുക്ക് ബെറ്റർ സാലറി കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നിന്ന് കഴിയുമ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഹോസ്പിറ്റൽസിനെ കുറിച്ചുള്ള ഐഡിയാസ് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഹോസ്പിറ്റൽസിൻ്റെ കാര്യം അപ്പം നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് സാലറിയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. ഇതുപോലെ തന്നെ ഇവിടെ പറഞ്ഞാലും ANM ആണെങ്കിലും GNM ആണെങ്കിലും ഒക്കെ നഴ്സുമാർക്കും ഇവിടെ വർക്ക് ചെയ്യാം. പക്ഷെ ഒരു സാലറി റേഞ്ചിലൊരു വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. നാട്ടിൽ 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ സാലറി ഇൻക്രീസ് ചെയ്യുമോ എന്നാണ് മെറിൻ ചോദിച്ചിരിക്കുന്നത്.
അതേടാ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ചിലരുണ്ടല്ലോ, ഇപ്പം സൗദിയിലൊക്കെ 6-7 വർഷം വർക്ക് ചെയ്തു, അങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് വന്നു നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മേ ബി ദെയർ ഇസ് എ ചാൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നാട്ടിൽ തന്നെ വർക്ക് ചെയ്തിട്ട് വരുന്നവർക്ക് ആ ഒരു കൺസിഡറേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനും നാട്ടിലൊരു 2 ഇയർ എക്സ്പീരിയൻസ് ആയിട്ട് വന്ന ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവർ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പം ഫോൺ വഴി തന്നെ ചോദിച്ചു എൻ്റെ അടുത്ത്, എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സാലറി. അപ്പം ഞാനൊരു എമൗണ്ട് പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്, നിങ്ങൾക്കിവിടെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സൗദിയിൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ഫാക്ടറാണ്. അല്ലാതെ നാട്ടിൽ 2 ഇയർ എക്സ്പീരിയൻസ് കൊണ്ട്, കാരണം നോക്കുമ്പം എല്ലാവരും നാട്ടിൽ 2 ഇയർ എക്സ്പീരിയൻസുമായിട്ട് വരുന്നവരാണ്. അപ്പോൾ ഇവിടെ ഫ്രഷറാണ് എന്നുള്ള കൺസിഡറേഷനിലാണ് എടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സൗദിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പറയാനുള്ള, അല്ലെങ്കിൽ കാരണം നമുക്ക് പുറത്തുള്ള അല്ലെങ്കിൽ ലൈക്ക് ഔട്ട് ഓഫ് കേരള അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ടല്ലോ. അപ്പോൾ അതാകുമ്പം അവർക്ക് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ നാട്ടിൽ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് കൊണ്ട് ഒരു സാലറി ഇൻക്രിമെൻറ്റിനുള്ള ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതൊരു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ആൻസർ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റിയെന്ന് എനിക്ക് വിചാരിക്കുന്നു. പറഞ്ഞ പോലെ ഇതൊരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോസ്, ആ ഒരു കമൻറ്റ്സിനൊക്കെയുള്ള ഈ ഒരു പരിമിതി മൂലമാണ് ഞാൻ വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. കാരണം നമ്മൾ കമൻറ്റിൽ ഇടുമ്പം എനിക്ക് ആ പറയാനുള്ള കാര്യങ്ങൾ മൊത്തം പറയണമെന്നില്ല, ആ ഒരു മൊത്തം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ആക്കി ചെയ്തത്. അപ്പം ഒരു ലെങ്തി വീഡിയോ ആണെന്നോർത്ത് മുഷിപ്പിച്ചു എന്ന് വിചാരിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ആൻസർ തരാൻ പറ്റി, എനിക്ക് അറിയാവുന്ന രീതിയിൽ കേട്ടോ തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റ്സ് ഇടുക. ഇതുപോലെ കമൻറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ അപ്പോൾ തന്നെ പ്രതീക്ഷിക്കരുത്. ആ സെയിം ഡേ തന്നെ എന്താണെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഉപകാരപ്പെടുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പറയുന്നത് പോലെ തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ടിനും സഹകരണത്തിനും എല്ലാം നന്ദി. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.